പക്ഷെ അതേപോലെ ഒരു ചെറിയ പാർട്ടിയുടെ നേതാവ് തന്നെയായിരുന്നു പിന്നീട് 2.5 വർഷം വന്നത് ഗണേഷ് കുമാർ. പക്ഷെ അദ്ദേഹത്തോട് ആ ഒരു വേർതിരിവില്ലാന്ന് തോന്നുന്നു. ആന്റണി രാജു കൊട്ടാരക്കരക്കാരനല്ല, ആന്റണി രാജു NSSന്റെ നേതാവല്ല. യു ഗോട്ട് ദ പോയിന്റ്. CIT യൂണിയൻ ഇയാളാണ് പ്രശ്നമെന്നുള്ളത്. ഈ ശമ്പള പരിഷ്കരണം വാങ്ങിച്ചതിന് ശേഷം ശമ്പളം കൊടുക്കാത്തത് എൻ്റെ പുന്നാര ധനകാര്യമന്ത്രി അല്ല, ബിജു പ്രഭാകർ ആണെന്ന് പറഞ്ഞ് ഇന്നും ആ നെറേറ്റീവാണ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ KSRTC ജീവനക്കാർ. ശ്രീ ബാലഗോപാലാണ് ഈ പ്രശ്നമില്ലാന്ന് ഞാൻ പറയാൻ പറ്റുമോ? അതെൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ച് ശരിയാണോ? അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അശോകനെ പോലെയോ പ്രശാന്തിനെ പോലെയോ ഞാൻ വീട്ടിൽ പോയിരിക്കേണ്ടി വന്നു കഴിഞ്ഞാലോ? അപ്പോൾ എനിക്കും മിണ്ടാമേ കെട്ടിയിട്ടടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത്. അടുത്ത പുസ്തകം ഇതിനേക്കാളും രൂക്ഷമായിരിക്കും. ഇതിനകത്ത് ഈ മന്ത്രി എന്ന നിലയിൽ ആന്റണി രാജു ഒരു പരാജയമാണ്. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. വിരമിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പുസ്തകങ്ങളും ആത്മകഥകളും നമ്മളെല്ലാ കാലവും ആവേശത്തോടും അത്യന്തം ആർത്തിയോടും കൂടിയാണ് വായിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം ഒരു ഭരണകൂടത്തിൻ്റെ ഓരോ സർക്കാരുകളുടെയും ഒപ്പം നിന്ന് അവരെ സേവിക്കുന്ന ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കല്ലാതെ മറ്റാർക്കാണ് ഒരു ഭരണകൂടത്തിൻ്റെ ജയപരാജയങ്ങളെ അത്ര കണ്ട് വിലയിരുത്താൻ കഴിയുക? അതുകൊണ്ട് തന്നെയാണ് അവരുടെ വാക്കുകളൊക്കെ തന്നെയും നമ്മൾ അത്രയേറെ ആകാംക്ഷയോടും ആവേശത്തോടും കൂടി ശ്രവിക്കുന്നത്. സമകാലീന രാഷ്ട്രീയത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ ശ്രീ ബിജു പ്രഭാകറിൻ്റെ പുസ്തകം. ഇന്നെന്തായാലും നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ബിജു പ്രഭാകർ. സ്വാഗതം സർ. അങ്ങയുടെ പുസ്തകം, അതിൻ്റെ ടൈറ്റിൽ പോലും കൗതുകമാണ്. നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ. 35 വർഷം സർക്കാരിനെ സേവിച്ച ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനിൽ നിന്നാണ് വിരമിക്കുമ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ തന്നെ അങ്ങനെ എഴുതുമ്പോൾ എന്താണ് ഈ ഭരണകൂടം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സമൂഹം എന്നൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. നമ്മളെ കൊള്ളയടിക്കുന്ന ആൾക്കാരെ പറ്റി നമ്മൾ ആദ്യം ആലോചിക്കുക. പേർഷ്യയിൽ നിന്ന് ഗസ്നിയുടെ കാലം തൊട്ട് ആൾക്കാർ വന്ന് ഇവിടെ കൊള്ളയടിച്ചിട്ട് ഇന്ത്യയെ കൊള്ളയടിച്ചിട്ട് പോകുന്നു. പേർഷ്യയിൽ നിന്ന് പിന്നെ വന്നിട്ടുള്ള മുഗൾ രാജവംശം അവർ വന്ന് നമ്മളെ കൊള്ളയടിച്ചിട്ട് പോയി. ബ്രിട്ടീഷുകാർ വന്ന് കൊള്ളയടിച്ചിട്ട് പോയി. ഇതിനിടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും വന്ന് കൊള്ളയടിക്കാൻ ശ്രമിച്ചു. മറ്റേ ബ്രിട്ടീഷുകാരെ പറ്റി നോക്കുക. ഇപ്പം നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നവർ നമ്മളെ കൊള്ളയടിക്കുന്നു. പണ്ടാരായിട്ട് പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർക്ക് പകരം മാറ്റി നമ്മൾ വേറെ കുറച്ച് കൊള്ളക്കാരെ നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ കേരളത്തിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നടക്കുന്ന മന്ത്രിസഭയുടെയോ ഒന്നും സ്പെസിഫിക് ആയിട്ടല്ല പറയുന്നത്. നമ്മൾ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എലക്ട് ചെയ്ത് വരുന്ന ആൾക്കാർ അവർ വന്നതിന് ശേഷം കൊള്ളയടിയാണെന്നുള്ളത് വളരെ ക്ലിയറാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ 29 കൊല്ലക്കാലം 6 മന്ത്രിസഭ മാറുന്നത് കണ്ടാണ്. അപ്പം ആളുകൾക്കൊരു ഇമ്പ്രഷൻ ഉണ്ട് ഇത് കഴിഞ്ഞ 2 പ്രാവശ്യത്തെ പിണറായി സർക്കാരിനെ എന്നുള്ള. നമ്മൾ ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് ചെയ്യുന്നത് ഒരു കാലയിലെ മന്തെടുത്ത് മറ്റേ കാലയിലോട്ട് വയ്ക്കുകയാണ്. പാറ്റേൺ ഈസ് വൺ ആൻഡ് ദ സെയിം. സോഷ്യലിസത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ പബ്ലിക് സെക്ടർ കുറച്ചധികം പബ്ലിക് സെക്ടർ, എന്നിട്ട് അവിടെ തോറ്റ MLAയും ബാക്കിയുള്ള ആൾക്കാരെയും വയ്ക്കുക, പ്രൊഫഷണൽസിനെ വയ്ക്കുന്ന അങ്ങനെ വരുന്ന ആൾക്കാർ. ഞാൻ കേരള സ്റ്റേറ്റ് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ്റെ MD ആയിട്ട് കുറച്ചാൾ എനിക്കൊന്ന് ചെയർമാനായിട്ടും ചാർജ് എടുത്തു. ആകെക്കൂടെ അതിനകത്ത് ഒരു പൈസ പോലും വരുമാനമില്ല, മനസ്സിലാക്കണം. പക്ഷേ 2.5 ലക്ഷം രൂപയോളം, 3.5 ലക്ഷം രൂപയോളം സ്റ്റാഫിന് സാലറി കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഒരു ആക്ടിവിറ്റി ഇല്ല. എറണാകുളത്തെ കണ്ണായ സ്ഥലം ലുലു മാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങളവിടെ പോകുമ്പം കാണണം. ഞാനൊരു കോക്കനട്ട് ഷോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാക്കി. 3.5 ഏക്കർ സ്ഥലമാണ്. അതുപോലും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണുന്നത് അതിനൊരു ചെയർമാൻ, എന്നെ മാറ്റിയിട്ട് ഒരു ചെയർമാനെയും കൂടെ പിന്നീട് നിയന്ത്രിക്കുന്നതാണ്. അപ്പം ചെയർമാന് വേണ്ടത് എന്താണ്? ഒരു കാറ്, ഒരു ഫോണ്, കുറച്ച് സ്റ്റാഫ്. അപ്പോൾ ഈ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത മാമത്തൊരു നല്ല ഫാക്ടറി ഉണ്ടായിരുന്നു. പണ്ട് മാമത്തൂടെ ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ അത് കാണാൻ പറ്റുന്നത്, ഞങ്ങളുടെ കൊച്ചുനാട് വരുമ്പോഴത്തേക്ക് നല്ല സുഗന്ധമാണ് കോക്കനട്ട് ഓയിലിൻ്റെ. ആ ഫാക്ടറി പോലും പൂട്ടിയിട്ടേക്കുക. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ആളുകൾക്ക് ഒരു കൊള്ളയടിക്കാൻ വേണ്ടി കുറച്ച് പേരെ ഇരുത്തുന്നു. അത് നടത്തുക. എന്നിട്ട് പറയും ഞങ്ങൾ സോഷ്യലിസമാണ്, ഇക്വാളിറ്റിയാണ്, അങ്ങനെയൊക്കെ പറയുന്ന ഈ നെറേറ്റീവ് സർക്കാർ ഇരുന്നത് വലിയൊരു വിങ്ങലുണ്ടാക്കിയ ഒരു കാര്യമാണ്. നമുക്ക് ഫയലിൽ എഴുതാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ഐ യൂസ് ടു റൈറ്റ് ദാറ്റ് ആൻഡ് ദർ ആർ സെവറൽ അപ്രൈറ്റ് ഓഫീസേഴ്സ് യൂസ് ടു റൈറ്റ് ദാറ്റ്. പക്ഷെ പറയാനുള്ള ഫ്രീഡം ഇല്ല. അത് കോഡ് ഓഫ് കോണ്ടാക്റ്റിന് ശരിയല്ല. നമ്മൾ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു വ്യക്തിയെയോ, അത് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന ടൂൾ അഴിമതിയുടെ, അവരെ പറ്റിയ വ്യക്തികളെയോ
അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയെ പറ്റിയോ ഒന്നുമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. അന്വേഷിക്കേണ്ടവർക്ക് അന്വേഷിക്കാം. ഞാൻ അതിനായിട്ടുള്ള ക്ലൂ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന സത്യമാണെന്ന് അവർ അന്വേഷിച്ച് നോക്കണം. അല്ലാതെ കെട്ടുകഥകളാണെന്നൊന്നും നോക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഷുഡ് ഡിമാൻഡ് സംതിങ് ബെറ്റർ. അങ്ങയുടെ ഈ സർവീസിനിടയിൽ അങ്ങേക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റുപാടും അഴിമതി തന്നെയാണ്, അതിനകത്ത് തർക്കമില്ല. ഈ അഴിമതിയിൽ ഏറ്റവും കൂടുതൽ അഴിമതിക്കാർ രാഷ്ട്രീയക്കാരാണോ അതോ ഉദ്യോഗസ്ഥരാണോ? രാഷ്ട്രീയത്തിൽ അഴിമതി കുറവുള്ള ആൾക്കാർ വളരെ കുറവാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ രാഷ്ട്രീയക്കാർ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഒരു അഴിമതിയും കാണിക്കുന്നില്ല. ബിക്കോസ് ദേ കനോട്ട് ടേക്ക് എ ഡിസിഷൻ. അറ്റ് ദ ബെസ്റ്റ് ദേ കനോട്ട് സോ മോട്ടോ ഇനിഷ്യേറ്റ്. എനിക്ക് ഇന്ന കാര്യത്തിൽ അഴിമതി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് പോലും അവർ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബിക്കം പബ്ലിക്. തിരുവനന്തപുരത്തെ ഒന്നും അറിയാൻ വയ്യാത്തൊരു മേയർ പറഞ്ഞില്ലേ, മാമ ഞാൻ എത്ര പേരെ അപ്പോയിൻ്റ് ചെയ്യണം, അതിൻ്റെ ലിസ്റ്റ് താ. അപ്പോൾ അതും അങ്ങനത്തെ മണ്ടത്തരം ഒരു എക്സ്പീരിയൻസ്ഡ് രാഷ്ട്രീയക്കാരനും കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദേ വിൽ പ്ലേസ് അഴിമതിയായിട്ടുള്ള ഉദ്യോഗസ്ഥരെ കീ പൊസിഷനിൽ വയ്ക്കും. ഗോപാലപുരം ചെക്ക് പോസ്റ്റ് ഈസ് എ വെരി ഫേമസ് ചെക്ക് പോസ്റ്റ്. അവിടേക്ക് പോകുന്നവൻ്റെ ഇന്ന് ആദ്യം തന്നെ ഒരു 10 ലക്ഷം രൂപ ഇഞ്ഞ് വാങ്ങിക്കും. അപ്പം പിന്നെ അവൻ 10 ലക്ഷം ആയിക്കഴിഞ്ഞ് അവൻ 20 ലക്ഷം ആകുമ്പോൾ പിന്നെയും അവനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അവൻ പിന്നെ ബാക്കി ഒരു 5 ലക്ഷം കൊണ്ടും കൊണ്ടു കൊടുക്കും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ട്രാൻസ്ഫർ ചെയ്യുന്നു, കീ പൊസിഷനിൽ കൊണ്ടുവരുന്നു. ഇതൊക്കെ ചെയ്തോട്ടെ, ഞാൻ അതിനൊന്നും അല്ല എഗൻസ്റ്റ് അല്ല. ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതാണ് എൻ്റെ ബുക്കിൻ്റെ തീം. അല്ല, ഡോണ്ട് ബി അണ്ടർ ദ ഇംപ്രഷൻ ദാറ്റ്. അപ്പോൾ നമ്മളെ കൊള്ളയടിക്കുന്ന ആൾക്കാർ വരുമ്പോൾ നമ്മൾ പറയുന്നില്ല റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ്സുണ്ടോ. നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട് 99.61%, 99.61 അല്ല, സേവ് ആൻ ഇയർ ഓപ്പൺ സ്കൂൾ എന്ന് പറഞ്ഞ് 100% ജയിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അധ്യാപകരുടെ തസ്തികകൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം എൻ്റെ കുഞ്ഞ് പഠിക്കാതെ പോകുന്നതിനകത്ത് ഇവിടുത്തെ ഒരു മാതാപിതാക്കൾക്കും വലിയ വിഷമവുമില്ല. അവർക്ക് വേണ്ടത് A+ കിട്ടി, അതിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടു, 2 ഫ്ലെക്സ് അടിച്ചു വെച്ചു, പക്ഷേ എഴുത്ത് വായന അറിയത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കുകയല്ലേ. നമ്മൾ ഡിമാൻഡ് ചെയ്യണം, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വേണം. 40% സീറ്റാണ് ഹയർ എഡ്യൂക്കേഷനിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ആ 40% സീറ്റിൽ അത് കഴിഞ്ഞിട്ട് അതേ MBA പഠിക്കാനായിട്ട് കുട്ടികൾ വിദേശത്ത് 20 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് പോയി പഠിക്കുകയാണ്. അപ്പം ജനങ്ങൾ ഡിമാൻഡ് ചെയ്യണം. അത് എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ഈ ഭരണം വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് മാത്രമേ ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുള്ളൂ. ഇതിനകത്ത് എൻ്റെ വീരസാഹസിക കഥകളൊന്നുമല്ല. ഇങ്ങനെയൊക്കെ നിങ്ങളെ കൊള്ളയടിക്കുന്നു. എന്നിട്ട് അതിനകത്ത് ഞാൻ ആദ്യത്തെ പ്രിഫേസിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ചായ കുടിച്ചു 6 ലക്ഷം രൂപ. ആരാ ചായ കുടിച്ചത്? 32 35 സെക്രട്ടറിമാർ. ഒരാളല്ല, ഒരാൾ ചായ കുടിച്ചാൽ മനസ്സിലാക്കും. 32 35 സെക്രട്ടറിമാർ. എത്ര കാലം കൊണ്ടാണ് ചായ കുടിച്ചത്? 3 മാസം കൊണ്ട്. ഇതാണ് ഇവിടുത്തെ വാർത്ത. ഒരു വർക്കിനകത്ത് അതാണ് എനിക്കൊരു ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നിയത്. ഒരു ഒറ്റ വർക്കിനകത്ത് ഒരു ചീഫ് എഞ്ചിനീയർ 65 കോടി രൂപ കൊടുത്ത് ഞാൻ റിപ്പോർട്ടും കൊടുത്തതാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്നും ആ കമ്പനി കേരളത്തിലുടനീളം എനിക്ക് തോന്നുന്നൊരു 10,000 കോടി രൂപയുടെയെങ്കിലും വർക്ക് ചെയ്യുന്നു. ആ ചീഫ് എഞ്ചിനീയർ റിട്ടയർ ചെയ്ത് സുഖമായിട്ടിരിക്കുന്നു. ഈ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ കളിയാക്കി ചിരിക്കുകയായിരിക്കും. ഇപ്പം ഇയാൾ റിപ്പോർട്ട് കൊടുത്തിട്ട് എന്തായിടൂ. എനിക്ക് പ്രതികാര നടപടിയൊന്നുമില്ല. പക്ഷേ ദിസ് ഈസ് വാട്ട് ഈസ് ഹെവൻ. പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഈ 6 ലക്ഷം രൂപയുടെ ചായയല്ല, അല്ലെങ്കിൽ മന്ത്രിമാരാരെങ്കിലും വിദേശത്ത് പോയിട്ടാണെന്നുണ്ടെങ്കിൽ 5-10 ലക്ഷം രൂപ മുടക്കുന്നതല്ല, അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി ചേർത്ത് 100 കോടി രൂപ മുടക്കുന്നതല്ല. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള അഴിമതി ഇവിടെ നടക്കുന്നുണ്ട്. അത് നമ്മളെ കൊണ്ടൊന്നും തടയാൻ പറ്റുമെങ്കിലെങ്കിലും അതവിടെ നടന്നോട്ടെ. എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ജനങ്ങൾ ഡിമാൻഡ് ചെയ്യണം. എപ്പോഴും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും എപ്പോഴും എല്ലാ പാളിച്ചകളും ഒരു സംവിധാനത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുക. അപ്പോൾ അവിടെയാണോ ശരിക്കും നമുക്ക് ഒരു പിഴവ് പറ്റി, അല്ലെങ്കിൽ അവിടെ നിന്നാണോ നമ്മൾ തുടങ്ങേണ്ടത്? ഞാൻ 5 രാജ്യങ്ങളുടെ കാര്യങ്ങൾ ഞാൻ കുറച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഫ്രം തേർഡ് വേൾഡ് ടു ഫസ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞ് ലീ ക്വാൻ യുവിൻ്റെ ഒരു വലിയ തടിച്ച ബുക്കുണ്ട്. ഞാനൊരു 5 ആവർത്തിയെങ്കിലും വായിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ തരുന്നൊരു ബുക്കാണ്. സിംഗപ്പൂർ പോലെ ഒരു ചെറിയ രാജ്യം, ആ ചെറിയ രാജ്യം ഒരു റിസോഴ്സ് ഇല്ല, ആൾക്കാർ വളരെയധികം കൂടുതൽ. അവിടെ ചൈനക്കാരുണ്ട്, നല്ല ഡോമിനൻ്റ് ആയിട്ടുള്ള തമിഴന്മാരുണ്ട്, മലേഷ്യക്കാരുണ്ട്, അങ്ങനെ പല ആൾക്കാർ എത്നിക്കലി അവർ ചെയ്തത് എന്താണെന്നറിയാമോ? ഹൗസിങ്ങിൻ്റെ പ്രശ്നം വന്നിട്ട് 2 കാര്യങ്ങൾ ചെയ്തത് ഇന്ത്യക്ക് എമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന്, സർക്കാർ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കും, പക്ഷേ സർക്കാരിൻ്റെ പേരിലിരിക്കും. ഇവിടെ സർക്കാരിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം അത് വിറ്റിട്ട് പിന്നെയും വീടില്ലെന്ന് പറഞ്ഞ് വാങ്ങിക്കാനുള്ള സംവിധാനമുണ്ട്. രണ്ടാമത്തെ, ഒരു ഹൗസിംഗ് കോളനിയിലും തമിഴന്മാർ മാത്രം താമസിക്കാൻ പാടില്ല.
അവിടെ ഒരു മിക്സ് വെച്ചിട്ടുണ്ട് ആ പ്രൊപ്പോർഷൻ അനുസരിച്ച്. ഇവിടെ എന്താ ചെയ്തേക്കുന്നത്, ഹരിജനങ്ങൾക്കായിട്ട് കോളനി, ഹരിജൻ കോളനി, എന്നിട്ട് അതിന് ഉന്നതി എന്നൊക്കെ പേരിടുക. ഉന്നതി എന്ന് ഹരിജൻ, നീ ഹരിജനാടേ, നീ വൃത്തികെട്ടവനാണ്. അതാണ് നിങ്ങൾ കരിമടം കോളനി പോയി നോക്കണം. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ബേക്കർ സാഹിബ് എന്ന് പറഞ്ഞൊരു സാഹിബിൻ്റെ മോഡലിലാണ്. എനിക്ക് യാതൊരു അപ്രൂവലും ഇല്ലാത്തൊരു മോഡലാണ്. എൻ്റെ വീട് നിങ്ങൾ നോക്കൂ, എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത രീതിയിലുള്ള സ്റ്റാൻഡേർഡിൽ വേണം. എന്തുകൊണ്ടാണ് ബേക്കർ മോഡൽ ഇവിടെ നമ്മുടെ ചൂരൽമല നിവാസികൾക്ക് കൊടുക്കാത്തത്? ചൂരൽമല നിവാസികൾക്ക് എന്തുകൊണ്ട്? പണ്ടെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്യാണ്, നീ ഹരിജനാണ്, നീ പാവപ്പെട്ടവനാണ്, നീ ചേരി നിവാസിയാണ്, നീ കോളനി നിവാസിയാണ് എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് കുറച്ചുണ്ടാക്കി. ഇവർക്ക് എന്താ ഈ പൈസ കൊടുക്കാത്ത? അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി വാങ്ങിക്കാമല്ലോ. അല്ല, നിങ്ങളൊക്കെയാണെന്നെ അനുഭവിച്ചിട്ടുള്ളവരാണ്, ചൂരൽമലയിലുള്ളവർ അനുഭവിച്ചിട്ടുള്ളതാണ്, സുനാമിയിൽ അനുഭവിച്ചിട്ടുള്ളവർ ബ്രാൻഡ് ചെയ്യുക. ഇത് കൊടുത്താൽ മതി. ഇനി അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ്റിൻ്റെ പേര് നിർത്തണം. ഇത് വിറ്റിട്ട് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, കരിങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് സുനാമിക്ക് വേണ്ടി കൊടുത്തത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരെ 1.5 കിലോമീറ്റർ കടലിൽ നിന്ന് മാറ്റി അവിടെ കൊടുത്തു കഴിഞ്ഞപ്പം ഞാനവിടെ ചെല്ലുമ്പം കൺസ്ട്രക്ഷൻ തീരുന്നതിന് മുമ്പ് തന്നെ ആളുകൾ വിറ്റിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇത് ഒരു രാജ്യം എങ്ങനെയാണ് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ഡെപ്യൂട്ടി കളക്ടർ പരീക്ഷ ഇൻ്റർവ്യൂവിനകത്ത് അന്നത്തെ എക്സ്പേർട്ടായിട്ട് വന്നിട്ടുള്ള TN ജയചന്ദ്രൻ സാറ് ചോദിച്ചു, നിങ്ങളൊരു പൊളിറ്റീഷ്യൻ്റെ മകനാണോ, പൊളിറ്റീഷ്യൻസ് ആണോ ഈ നാടിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റീഷ്യൻസ് അല്ല നാടിൻ്റെ പ്രശ്നം. ഞാനത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ വേറൊരു അഭിപ്രായത്തിലാണ്, അതിലോട്ട് ഞാൻ വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊളിറ്റീഷ്യൻസ് അല്ല, നമ്മളെ ഒന്നാമത്തെ കാര്യം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ് ഈ ബുക്കിനകത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞു ദെയർ ആർ പൊളിറ്റീഷ്യൻസ് ബട്ട് വി ഡോണ്ട് ഹാവ് സ്റ്റേറ്റ്സ്മെൻ പൊളിറ്റീഷ്യൻസ്. പൊളിറ്റീഷ്യൻ ആയിരിക്കണം, സ്റ്റേറ്റ്സ്മെൻ ആയിരിക്കണം. വാജ്പേയിയെ പോലെ, രാജീവ് ഗാന്ധിയെ പോലെ, C. അച്യുതമേനോനെ പോലെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഹൂ ഇൻ യുവർ ഒപ്പീനിയൻ ഈസ് എ സ്റ്റേറ്റ്സ്മെൻ പൊളിറ്റീഷ്യൻ? ഞാൻ പറഞ്ഞു ദ വൺ ആൻഡ് ഓൺലി സ്റ്റേറ്റ്സ്മെൻ പൊളിറ്റീഷ്യൻ ഓഫ് കേരള വാസ് C. അച്യുതമേനോൻ. ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത് ബാബുപോൾ സാറാണ്. ഓരോരുത്തരെ പറ്റി പറഞ്ഞു തന്നെ അദ്ദേഹം പറഞ്ഞു തന്നെന്ന് പറഞ്ഞു, ഒരു സ്റ്റേറ്റ്സ്മെൻ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ശ്രീചിത്ര, കെൽട്രോൺ തുടങ്ങിയിട്ടുള്ള. 30 കൊല്ലം കഴിഞ്ഞാൽ കേരളം എന്തായിരിക്കണം എന്ന് കണ്ടിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അപ്പം നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അതൊക്കെ ചെയ്തോട്ടെ, പക്ഷെ ജനങ്ങൾ ഡിമാൻഡ് ചെയ്യണം, എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എത്ര വേണേലും വെട്ടിച്ചു, പക്ഷേ എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം. അതുമില്ല, ഈ വെട്ടിപ്പും കഴിഞ്ഞിട്ട് എലക്ട് ചെയ്യും, എലക്ട് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം തൊട്ട് ഫേസ്ബുക്ക് ഇടുക, അഴിമതിക്കാരനാണ് ചീത്ത വിളിക്കുന്നത്. അതല്ലല്ലോ വേണ്ടത്. അങ്ങ് KSRTCയുടെ CMD ആയി ചുമതലയേൽക്കുമ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയായിരുന്നു KSRTC ഒരു രീതിയിൽ മെച്ചപ്പെടും. കാരണം ബിജു പ്രഭാകർ അദ്ദേഹം ഏറ്റെടുത്ത എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെയാണ് അങ്ങയുടെ ആ ഒരു അപ്പോയിൻമെൻറ്റ്, നിയമനത്തെ കണ്ടത്. അതിനുശേഷം അങ്ങ് KSRTC സേവിച്ച CMD പദവിയിൽ നിന്ന് അങ്ങ് പടിയിറങ്ങേണ്ടി വന്ന സമയത്ത് KSRTC അങ്ങ് എങ്ങനെയാണ് ആ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? ഒന്ന്, ഞാൻ ചാർജ് എടുക്കുമ്പോൾ ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹമാണ് ധനകാര്യമന്ത്രി. 2, ഞാൻ ചാർജ് എടുക്കുമ്പം ജൂൺ 8-ാം തീയതി, ഞാൻ ജൂൺ 15-ാം തീയതിയാണ് ചാർജ് എടുക്കുന്നത് 2020. ജൂൺ 8-ാം തീയതി കോവിഡ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ലോക്ക്ഡൗൺ മാറ്റിയിട്ടുണ്ട്. പക്ഷേ അന്നേരം ഇവിടുത്തെ കുറച്ച് ആരോഗ്യ വിദഗ്ധർ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞു, സീറ്റിൽ ഇരുന്നുകൊണ്ട് പോയാൽ കോവിഡ് പിടിക്കത്തില്ല, നിന്നുകൊണ്ട് പോയാൽ കോവിഡ് പിടിക്കും. അതായത് സീറ്റ് കപ്പാസിറ്റി മാത്രം വണ്ടി ഓടുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ഞാൻ തോമസ് ഐസക് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇപ്പം അങ്ങനെ പറയുന്ന ഒരു അഡ്വൈസ് ആർക്കും അറിയത്തില്ല, ഞാൻ അതിൻ്റെ പൈസ തന്നോളാം. തോമസ് ഐസക് സാർ ഞാനും കൂടെയുള്ളൊരു ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യത്തിൻ്റെ എക്സാമ്പിളാണ്. ലോട്ടറിയിൽ അദ്ദേഹമല്ല കൊണ്ടുവന്ന്, മാരവാണിയൻ സാറാണ് കൊണ്ടുവന്നത്. 624 കോടി രൂപ വിറ്റുവരവ് വന്നതിൽ നിന്ന് അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന 557 കോടി ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനിലാണ് എന്നെ ലോട്ടറി കൊണ്ടുവന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിന് എന്നെ അറിയത്തുപോലുമില്ല. ഞങ്ങൾ ആലപ്പുഴക്കാരാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നെ അറിയത്തുപോലുമില്ല. ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നിങ്ങളാരാന്നാണ് ചോദിച്ചത്, നിങ്ങൾ എന്നായിരുന്നു IAS വന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ ചെന്ന് പറയുമ്പോൾ അദ്ദേഹം ഓരോ കാര്യങ്ങളും അന്നേരം തന്നെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഈ ലോട്ടറിയെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ ലോട്ടറി മാഫിയായിട്ടുള്ള ഒരു സാന്റിയാഗോ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, അയാളെ ഒതുക്കണം. അപ്പം അതൊക്കെ നടന്നുകൊണ്ട് അദ്ദേഹം വിദഗ്ധമായിട്ട് തന്നു. ഞങ്ങൾ സിക്കിമിൽ പോയി കേസ് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് വിത്തിൻ നോ ടൈം അദ്ദേഹം അഭിപ്രായം പറയും. ആ കൂടെ അദ്ദേഹത്തിന്
പൊളിറ്റിക്കലായിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാകാത്തതുകൊണ്ടാണോ അച്യുതാനന്ദൻ സാറ് അതിനെ എതിർത്തുകൊണ്ടാണോ സാന്ത്വന എന്ന് പറഞ്ഞ് കാരുണ്യ ലോട്ടറിയുടെ കാര്യം കൊടുത്തപ്പോൾ അദ്ദേഹം അത് കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവരില്ല. VS നടന്നതിൻ്റെ ഭയങ്കര എതിർപ്പായിരുന്നു ലോട്ടറി, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. മാണി സാർ വന്നപ്പം ഞാൻ അത് കാരുണ്യ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുകയും ചെയ്തു. ഈ 2020 ഞാൻ ചാർജ് എടുക്കുമ്പോഴും എൻ്റെ പ്രതീക്ഷ തോമസ് ഐസക് സാറ് ഇനി ധനകാര്യമന്ത്രി വരുമെന്നുള്ളതാണ്. ശ്രീ ബാലഗോപാൽ വന്നു, അദ്ദേഹത്തിന് യാതൊരു ഭരണപരിചയമില്ല, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയുടെ PS ആയിട്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഇങ്ങനെ കൈ അയച്ചൊന്നും തരാൻ പറ്റത്തില്ല. അതെനിക്ക് മനസ്സിലായില്ല. കാരണം ഇത് നഷ്ടത്തിലോടുകയാണ്, ഡീസലിനുള്ള പൈസ പോലുമില്ല. അവസാനം 50 കോടി രൂപ, അതുവരെയാണെന്നുണ്ടെങ്കിൽ 100 കോടി രൂപയൊക്കെ തന്നുകൊണ്ടിരുന്ന 50 കോടി രൂപ മാത്രം തരുന്നു. നിങ്ങൾ നോക്കൂ, 1-ാം തീയതി 50 കോടി തന്നോ? കയറി ഇറങ്ങി അത് ചില രാഷ്ട്രീയക്കാരുടെയാണ്. എൻ്റെ വന്ന് കാല് പിടിച്ചാലേ, അത് മാടമ്പി രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണ്. എൻ്റെ വന്ന് കാല് പിടിച്ച, ഞാൻ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന് വേണ്ടിയല്ലേ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വന്ന് കാല് പിടിച്ചാലേ. അപ്പം ഞാൻ പറഞ്ഞു സാർ ഈ 50 ഒന്നിച്ചതാ, ഞാൻ പറയാം 20-ാം തീയതി എനിക്ക് തരത്തുള്ളൂ, ഞാൻ 20-ാം തീയതി ശമ്പളം കൊടുക്കാം. എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഇത് എന്ന് തരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വളരെ പ്രയാസപ്പെട്ട് SBIയിലെ എൻ്റെ ചില സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ചീഫ് ജനറൽ മാനേജറെ കണ്ട് ഒരു 50 കോടിയും കൂടെ ഞാൻ ഓവർ ഡ്രാഫ്റ്റായിട്ട് എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കണം, ആളുകൾ ഇപ്പോഴേ കാണുന്ന 12 കോടിയൊന്നും ഇല്ല, 3.5 ലക്ഷം രൂപയാണ് ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ. റെക്കോർഡുണ്ട്. വണ്ടി പലതും ഓടുന്നില്ല, ആളുകൾ കയറാനായിട്ട് ഏതാണ്ട് കോവിഡ് കഴിഞ്ഞ് ജൂൺ കഴിഞ്ഞ് ഐ തിങ്ക് അപ് ടു സെപ്റ്റംബർ ആളുകൾ വണ്ടിയെ കയറുന്നില്ല. ഈ കാലഘട്ടം എല്ലാം കഴിഞ്ഞതിന് ശേഷം പല വണ്ടികളും ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്നു, അത് റിപ്പയർ ചെയ്യണം. ഇങ്ങനെയുള്ള ഒത്തിരി പ്രതിസന്ധികളുടെ ഇടയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു സാർ എനിക്കൊരു 50-100 കോടി രൂപ, എന്ന് വെച്ചാൽ ഞാൻ ഓവർ ഡ്രാഫ്റ്റിന് വേണ്ടി ശ്രമിക്കുമ്പം KTDFCയിൽ നിന്ന് അവിടുത്തെ MD എഴുതുകയാണ് ഒരു കാരണവശാലും 5 പൈസ കൊടുക്കരുത് എന്ന് റിസർവ് ബാങ്കിന് എഴുതുകയാണ്. മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു കൺസ്ട്രെയിനകത്ത് നിന്ന് അപ്പോൾ എനിക്കറിയാം ഐ ആം ബിക്കമിങ് അൺപോപ്പുലർ ബിക്കോസ് ഐ ആം അൺഎബിൾ ടു പേ ദ സാലറി. ഇപ്പം കാണുന്ന സാലറിയുടെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ 2 കാര്യങ്ങളോട് പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണ് സാലറി കൊടുക്കുന്നതെന്നുള്ളത്. ഇത് നാശത്തിലേക്കുള്ള പോക്കാണെന്നുള്ളത് ഇപ്പം മനസ്സിലാകത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം യൂണിയൻസ് എല്ലാം കൂടെ വന്ന് 10 കൊല്ലമായിട്ട് ഇവിടെ പേ റിവിഷൻ നടക്കുന്നില്ല. ഞാൻ ഒന്നാമത് സാലറി പോലും കൊടുക്കാൻ നിവൃത്തിയില്ല. അവസാനം ഭയങ്കര സമ്മർദ്ദമായി. അപ്പം ഞാൻ പറയുന്നു ഒരു റിഫോംസും അവിടെ നടക്കുന്നില്ല. എനിക്കെതിരായിട്ട് അവസാനം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യൂണിയൻ നേതാക്കൾ ആണല്ലോ. അവരെന്നെ ടാർഗറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഈ MD ഒരാളാണ് ഇതിനെതിരായിട്ട് നിൽക്കുന്നത് എന്നുള്ള ലെവലിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവസാനം പറഞ്ഞു, മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, ഞങ്ങളുടെ ഇന്ന നേതാവ് മുഖ്യമന്ത്രി സമ്മതിച്ചു, ധനകാര്യമന്ത്രിയായിട്ട് സമ്മതിച്ചു, എല്ലാം പറഞ്ഞ് അവസാനം നിയമസഭാ ഹാളിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞു ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ സാർ ഇത് കൊടുക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞാനിതൊരുമാതിരി പെട്ടുപോയതുപോലെയാണ്. അപ്പം ധനകാര്യമന്ത്രി എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞു നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. അത് അദ്ദേഹം നഖശികാന്തം എതിർത്തു. KSEBയിലെയും KSRTCയിലെയും പേ റിവിഷനാണെന്നുണ്ട് ഇതുവരെ ഗവൺമെൻറ് അംഗീകാരം കൊടുത്തിട്ടില്ല. അപ്പം ആ കൊടുക്കാത്ത ധനകാര്യമന്ത്രിക്ക് ഒരു പ്രശ്നവുമില്ല. KSEBയിലെ ജീവനക്കാർക്ക് കൊടുക്കാത്തത് എന്താണ്? അതൊന്നും അംഗീകാരം കൊടുത്തിട്ടില്ല, അതൊന്നും പ്രശ്നമില്ല. അവസാനം ഞാൻ പറഞ്ഞു സാറേ ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പേ റിവിഷൻ നടത്തണം, അല്ലാതെ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, അപ്പോൾ അദ്ദേഹം നല്ല സപ്പോർട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് പേ റിവിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് അദ്ദേഹം ഒരു ഈഗോ ആയിട്ടങ്ങ് എടുത്തു. അങ്ങനെയൊന്നും ഒരു രാഷ്ട്രീയക്കാരൻ ഈഗോ ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ ഒന്നുമില്ല എന്നെ മാറ്റണം. എനിക്ക് പറയാമല്ലോ ഞാൻ അവിടെ ഇരുന്നായിരുന്നേ പുലിയെ പിടിച്ചേനെ, പക്ഷേ ഇരിക്കാത്തതുകൊണ്ടാണെന്ന് എനിക്ക് പറഞ്ഞങ്ങ് മാറാമല്ലോ. എന്നെ മാറ്റുന്നുമില്ല, ഞാൻ പെട്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ CAT യൂണിയൻ, ഞാൻ പേരെടുത്ത് പറയാണ്, CAT യൂണിയൻ ഇയാളാണ് പ്രശ്നമെന്നുള്ളത്. ഈ ശമ്പള പരിഷ്കരണം വാങ്ങിച്ചതിന് ശേഷം ശമ്പളം കൊടുക്കാത്തത് എൻ്റെ പുന്നാര ധനകാര്യമന്ത്രി അല്ല ബിജു പ്രഭാകർ ആണെന്ന് പറഞ്ഞ് ഇന്നും ആ നെറേറ്റീവാണ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ KSRTC ജീവനക്കാർ. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പം ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു 50 കോടി രൂപയും കൂടെ താ, ഈ 150 കോടി രൂപ എനിക്ക് കൃത്യമായിട്ട് കിട്ടിയാൽ ഞാൻ 74 കോടി രൂപയാണ് സാലറി കൊടുക്കേണ്ടത്, ഞാനത് കൊടുക്കാം. 100 കോടി രൂപയുടെ KSRTC കണക്ക് വളരെ സിമ്പിളാണ്. 200 കോടി രൂപ കിട്ടും. അതിൻ്റെ നേരെ 50% ഇപ്പോഴത്തെ നിലയനുസരിച്ച് 50% ഡീസലിന് പോകും. ബാക്കി 91 കോടി രൂപ വേണം സാലറിക്ക്. പെൻഷൻ ഉൾപ്പെടെ ഇല്ല, പെൻഷൻ വേറെ 272 അത് ഗവൺമെൻറ്റിൻ്റെ പണിയാണെന്ന് പറഞ്ഞ് ഒരു മന്ത്രി കാണിച്ചിട്ടുള്ള കുഴപ്പമൊന്നുമില്ല, 2 കോടിയല്ലേ ഉള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഇട്ട ഓർഡറാണ്. ഇപ്പോൾ അത് 72 കോടി രൂപ വേണം, അത് വേറെ. അപ്പം 191 കോടിയായി. അപ്പം 191 കോടിയിൽ നമ്മൾ എന്ത് ചെയ്യും?
ഈ 91 കോടിയിൽ ഏതാണ്ട് ഒരു 20 കോടി രൂപയോളം ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുള്ള LICക്കും അതുപോലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടും അതടയ്ക്കത്തില്ല. അപ്പോൾ 72 കോടി രൂപ അല്ലെ 74 കോടി രൂപ 75 കോടി രൂപയാണ് സാലറിക്ക് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ 175 കോടി, ബാക്കി 25 കോടിക്ക് വേണം എൻ്റെ സ്പെയർ പാർട്സ് 12 കോടി രൂപ. ബാക്കി അടയ്ക്കുന്ന തുകയിൽ നിന്ന് 30 കോടി രൂപ, ഒരു ദിവസം 1 കോടി രൂപ വീതം വെച്ച് 3100 കോടി രൂപ കൺസോർഷ്യം ലോൺ ഉണ്ടാക്കി ഈ സ്ഥാപനത്തിൻ്റെ തലയിൽ വെച്ചേക്കുക. അങ്ങനെ വെച്ച് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പറ്റി അവർക്ക് യാതൊരു അഭിപ്രായമില്ല. ഇവർ കഷ്ടപ്പെടുന്നതിലാണെന്നുണ്ട് ഒരു ദിവസം 1,06,00,000 രൂപ, 1,06,00,000 രൂപ ബാങ്ക് കൺസോർഷ്യം എടുത്തുകൊണ്ട് പോവുക. അപ്പം 30 കോടിയായി. കണക്ക് എങ്ങനെ ശരിയാകും? 100 കോടി ഡീസലിന് പോയി, 72 കോടി രൂപയോളം ശമ്പളത്തിനായി, 30 കോടി രൂപ ബാങ്ക് എടുത്തതിന് ശേഷം ബാക്കിയേ തരത്തുള്ളൂ. പിന്നെ സ്പെയർ പാർട്സ് ഒരു 12 കോടി രൂപ, ബാക്കി അസുഖം എന്നൊക്കെ പറയുന്നത് എല്ലാം കൂടെ ചേർത്ത് 225 കോടി രൂപ വേണം. ആ സ്ഥാനത്ത് 180 കോടി രൂപയാണ് ചില മാസങ്ങളിൽ കിട്ടുന്നത്. ഈ 200 കോടി കിട്ടുന്ന മാസം എന്ന് പറയുന്നത് മഴയില്ലാത്ത 3-4 മാസമാണ്. ഞാൻ ചാർജ് എടുക്കുമ്പം 3 മാസത്തോളം 4 മാസത്തോളം മഴയാണ്. അത് കഴിഞ്ഞിട്ടുള്ള സമയത്തേ വരത്തുള്ളൂ. അപ്പോൾ അവർ 3200 കോടി രൂപ എടുത്ത് KSRTC ജീവനക്കാരുടെ തലയിൽ വെച്ചിട്ടുള്ള ഗവൺമെൻറ്റിനെ അവർ കുറ്റപ്പെടുത്തുന്നില്ല. ഈ 50 കോടി രൂപ എനിക്ക് തരാൻ പറഞ്ഞിട്ടുള്ള ധനകാര്യമന്ത്രി അവർ കുറ്റപ്പെടുത്തുന്നില്ല. പകരം അവർ സ്ഥിരമായിട്ട് ഈ പേ റിവിഷൻ വാങ്ങിച്ചതിന് ശേഷം ഇതുപോലെ, അത് ഞാൻ അടുത്തൊരു ബുക്കിനകത്ത് എഴുതുന്നുണ്ട്. ഇതിനകത്ത് വേറെ ഇൻ്റൽ മൈക്രോസോഫ്റ്റിനെ പറ്റി ഒരാൾ എൻ്റെ പുറകിൽ നിന്ന് കുത്തിയതിനെ പറ്റി, ഇതുപോലെ തന്നെ രാഷ്ട്രീയം വെച്ച് കുത്തിയതിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിൽ എന്നും സമരമാണ്. എന്നിട്ട് ഈ സമരം കഴിഞ്ഞിട്ട് കാണുന്നുണ്ടായില്ല, സാറേ നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ, ഇതാണ് CIT നേതാക്കന്മാരെ എന്ന് എൻ്റെ അടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടത്? ശ്രീ ബാലഗോപാലാണ് ഈ പ്രശ്നമില്ലാന്ന് ഞാൻ പറയാൻ പറ്റുമോ? അതെൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റ് അനുസരിച്ച് ശരിയാണോ? അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അശോകനെ പോലെയോ അതല്ലെന്നുണ്ടെങ്കിൽ പ്രശാന്തിനെ പോലെയോ ഞാൻ വീട്ടിൽ പോയിരിക്കേണ്ടി വന്നു കഴിഞ്ഞാലോ? അപ്പോൾ എനിക്കും വേണ്ടാമേ, കെട്ടിയിട്ടടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത്. അടുത്ത പുസ്തകം ഇതിനേക്കാളും രൂക്ഷമായിരിക്കും. കെട്ടിയിട്ടടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? KTDFCയിലാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് നിരന്തരമായിട്ട് KSRTC വാങ്ങിച്ച പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞ് റിസർവ് ബാങ്കിന് കംപ്ലയിൻ്റ് അയക്കുക. അങ്ങനെ ശ്രീ ആൻ്റണി രാജു ഒരു ബുദ്ധി ചെയ്തു. രണ്ടിൻ്റെയും കൂടെ MD ആയിട്ട് എന്നെ അങ്ങ് നിയമിച്ചു, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട്. അങ്ങനെ 2023 നവംബർ 1-ാം തീയതി ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് 500ഓളം കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് കേരള ഗവൺമെൻറ് കൊടുക്കുന്നില്ല. എന്നിട്ട് ഈ ധനകാര്യമന്ത്രി അറിഞ്ഞില്ലെന്ന് എൻ്റെ അടുത്ത് പറയരുത്. ധനകാര്യ വകുപ്പിൽ, അതാണ് അദ്ദേഹത്തിൻ്റെ ഭരണപരിചയം ഇല്ലാത്തത്. ഒരു അണ്ടർ സെക്രട്ടറി ഒരു അഫിഡാവിറ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയാണ്, ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത് KTDFC കൊടുത്തോളും, ഗവൺമെൻറ്റിന് ഒരു ഉത്തരവാദിത്തമില്ല. എന്തെങ്കിലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റിയോ ഒരു ഗവൺമെൻറ്റിനെ പറ്റി അറിയാമെങ്കിൽ ധനകാര്യ വകുപ്പിൽ നിന്ന് അങ്ങനെ ഒരു അഫിഡാവിറ്റ് ഫയൽ ചെയ്യുമോ? ഇല്ല. എന്നിട്ട് എന്ത് പറ്റി? റിസർവ് ബാങ്കിലെ GM എന്നെ വിളിച്ചു. സാറിനെ പറ്റിയൊക്കെ നല്ല ബഹുമാനമുണ്ട്, പക്ഷേ ഇത് ഫയൽ ചെയ്ത സ്ഥിതിക്ക് റിസർവ് ബാങ്ക് ഈസ് ഗോയിങ് ടു ടേക്ക് എ വെരി സീരിയസ് വ്യൂ. നിങ്ങളുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു ടേക്ക് ആക്ഷൻ അഗൻസ്റ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ആൻഡ് യുവർ ഓൺ കേരള ബാങ്ക്, പാർട്ടിക്കാർ ഭരിക്കുന്ന കേരള ബാങ്ക് ഉൾപ്പെടെ. അപ്പോൾ ഞങ്ങൾ പോയി. അപ്പോഴത്തേക്ക് നവംബർ 27 ആയപ്പോഴത്തേക്ക് പഴയ MD ആയിട്ട് സസ്പെൻഷനിലൊക്കെ പോയിട്ടുള്ള ശ്രീമതി രാജശ്രീ അജിത്ത് വന്നു. ഷീ ഈസ് എ ഫിനാൻഷ്യൽ എക്സ്പെർട്ട്. ഞങ്ങൾ രണ്ടും കൊണ്ടൊരു പാക്കേജ്, റിവൈവൽ പാക്കേജ് ഉണ്ടാക്കി. എന്തിന്? അവിടെ ഇരുന്നിട്ടുള്ള സിയാലിൻ്റെ 5 ലക്ഷം രൂപയുടെ ഷെയർ, സിയാലിന് പണ്ടം കണ്ട് 5 ലക്ഷം ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്. 10 രൂപയുടെ കൊണ്ട് ഷെയറാണ്. പക്ഷേ ഇപ്പോൾ അതിന് 230 രൂപ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വില കിട്ടും. അതുൾപ്പെടെ വിൽക്കുന്ന ഒരു പാക്കേജ് ഉണ്ടാക്കി. അതിനകത്ത് ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എവിടുന്നെങ്കിലും നിങ്ങൾ ഈ പൈസ ഒന്ന് അടയ്ക്കുക, എന്നിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് തരാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ശ്രീ ഗണേഷ് കുമാർ വന്ന് അദ്ദേഹത്തിൻ്റെ ഐഡിയാസും എൻ്റെ ഐഡിയാസും കൂടെ, കാരണം ഞാൻ ചാർജ് എടുക്കുന്നതിന് മുന്നേ തന്നെ ശ്രീ KB ഗണേഷ് കുമാറിനെയും ഹേമേന്ദ്രൻ സാറിനെയും രാജമാണിക്യത്തിനെയൊക്കെ കണ്ട്, ഞാൻ അങ്ങനെയാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് എടുക്കുന്നതിന് മുമ്പ് അവിടെ ഇരുന്നിട്ടുള്ള നല്ല പ്രഗത്ഭരായിട്ടുള്ളവരെ കാണും. അപ്പോൾ അവരെയൊക്കെ കണ്ട്, അപ്പം അന്ന് എനിക്ക് മനസ്സിലായി KB ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഐഡിയാസും എൻ്റെ ഐഡിയാസും ഡിഫറൻറ്റാണ്. പിന്നെ തന്നെയല്ല, എനിക്ക് 3 കൊല്ലം 8 മാസം ഈ നിരന്തരമായിട്ടുള്ള, എനിക്ക് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ലാത്ത, ഞാൻ പ്രഷറിന് മരുന്ന് കഴിക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ എനിക്ക് 1-ാം തീയതി KSRTCയുടെ ചുമതലയിൽ ഇരിക്കുമ്പോഴത്തേക്ക് 1-ാം തീയതി എനിക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്ത എത്രയോ ആൾക്കാരുണ്ട്. അതല്ലേ ഓരോ വീട്ടിലും നടക്കുന്നത്. അപ്പം നമ്മൾ ഈ കെട്ടിയിട്ടടിക്കുകയാണ്. ജീവനക്കാരൊരു സൈഡിൽ കൂടെ, ധനകാര്യ വകുപ്പിൻ്റെ വേറെ ഇത്, റിസർവ് ബാങ്കിൻ്റെ വേറൊരു സൈഡ്, ഇതെല്ലാം കൂടി എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യുന്നത്? പിന്നെ പുതിയ വണ്ടി
വണ്ടി പലതും ഭാഗ്യത്തിന് ഞാൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയതുകൊണ്ട് ഞാനൊരു വിചിത്രമായിട്ടൊരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞു 15 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉത്തരവ് വന്ന് ഇത് സ്ക്രാപ്പ് ചെയ്യണമെന്ന്. എന്ത് ചെയ്യും? 1700 വണ്ടി പോവും. ഞാനൊരു വിചിത്രമായിട്ടൊരു ഓർഡർ ഇറങ്ങി, RC ബുക്ക് കൈകൊണ്ട് എഴുതി കൊടുത്തിട്ട് വണ്ടി ഓടിച്ചോളാൻ. ഇങ്ങനത്തെ വിചിത്രമായിട്ട് ഓർഡർ ഇറക്കിയിട്ടാണ്. അങ്ങനെ ഞാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടേ. ഞാൻ അവസാനം ഫെബ്രുവരി 7 2024 ഫെബ്രുവരിയിൽ ഇറങ്ങി. 2024 ഇതൊക്കെ റെക്കോർഡാണ് ഞാൻ പറയുന്നത്. 2024 ഏപ്രിൽ 50 കോടി രൂപ തരാത്ത ധനകാര്യ മന്ത്രി എത്ര രൂപ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡെപ്പോസിറ്റിനായിട്ട് KTDFCയുടെ പേരിൽ ബാങ്കിലേക്ക് അടച്ചു? 550 പരം കോടി രൂപ. മനസ്സിലാക്കണം, 550 പരം കോടി രൂപ കേരള ബാങ്കിൽ നിന്നുമൊക്കെ എടുത്തു. കേരള ബാങ്ക് KTDFCക്കകത്ത് ഉള്ള കടവും തീർത്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ഈസി ഫോർ മിസ്റ്റർ ഗണേഷ് കുമാർ ടു ഗോ ആൻഡ് ഗെറ്റ് എ ഓവർ ഡ്രാഫ്റ്റ്. അദ്ദേഹം 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തു. 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നു. ശമ്പളം കൊടുക്കാത്ത MD എന്നുള്ള പേര് എനിക്ക് കിട്ടി. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. ഈ 3.25 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപയിൽ നിന്ന് ഞാൻ 3 ദിവസം 9 കോടി, ശരാശരി 5.5 കോടി രൂപ ആണ് KSRTCക്ക് സാധാരണഗതിയിൽ ഈവൻ ഡ്യൂറിങ് ദ പീക്ക് ടൈം പോലും വരുന്നത്. അത് 9 കോടി രൂപ എത്തിച്ചു. 250 കോടി രൂപയോളം ഞാൻ ഫെയർ റവന്യൂ ആൻഡ് നോൺ ഫെയർ റവന്യൂ 15 പെട്രോൾ പമ്പുകൾ തുടങ്ങി, 14 പെട്രോൾ പമ്പുകൾ തുടങ്ങി. ഇന്ന് തുടങ്ങിയിട്ടുള്ള ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്നത് 100 കോടി രൂപയിലെത്തിയിട്ടുണ്ട്. എന്തിന്? പാട്ടയായിട്ട് കിടക്കുന്ന ബസ് പോലും കൺവേർട്ട് ചെയ്ത് അതിനകത്തുനിന്ന് 25,000 രൂപ മാസ വാടക ഉണ്ടാക്കി. അഡ്വർടൈസ്മെൻറ്റ് 6 കോടി രൂപയ്ക്ക് കരാറെടുത്തവന് 60-70 കോടി രൂപ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു മാർക്കറ്റിംഗ് വിങ് ഉണ്ടാക്കി. ആ മാർക്കറ്റിംഗ് വിങ്ങിന് ഡയറക്റ്റായിട്ട് പൈസ കിട്ടുന്നു. അങ്ങനെ 255 കോടി രൂപ കളക്ഷൻ വരെ എത്തിച്ചു. അതായത് അങ്ങയുടെ പരിഷ്കാരം, KSRTC മാത്രം. അത് കുറച്ചുകൂടെ തുടർന്നിരുന്നെങ്കിൽ ഈ 100 കോടിയുടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ 6 മാസം കൊണ്ട് ഞാൻ ടേൺ അറൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം ബിസിനസ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് എൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, bijuprabha.com നോക്കിയാൽ ടേൺ അറൗണ്ട് സ്ട്രാറ്റജീസ്. ഐ ക്യാൻ ടേൺ അറൗണ്ട് എനി ഇൻഡസ്ട്രി. ഐ ഹാവ് പ്രൂവ്ഡ് സോ മെനി ടൈംസ്. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ ഒന്ന് തരുന്നതിന് വരും. അപ്പോൾ അത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ പേറിവിഷൻ നടത്തിയത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. തിരുവനന്തപുരത്ത് 10 രൂപയ്ക്കാണ് ഞങ്ങൾ ഇലക്ട്രിക് ബസ് തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ കിഫ്ബിയിൽ നിന്ന് പൈസ കിട്ടി. 10 രൂപയായിട്ട് പോലും ആ ഒരു വണ്ടി 50 വണ്ടി ഇറക്കുമ്പോൾ 1.25 ലക്ഷം രൂപ ഒരു വണ്ടി ഒരു മാസം ആവറേജിൽ ലാഭം ഉണ്ടാക്കുന്നു. അപ്പോൾ ശ്രീ ആൻ്റണി രാജു, അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ MP, അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് 5 രൂപയായിട്ട് കുറയ്ക്കാം. ഞാൻ പറഞ്ഞ് ഐ ഡോണ്ട് അപ്രൂവ് ദാറ്റ്, ബട്ട് നിങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ട് ഗവൺമെൻറ് മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ വൈ ഷുഡ് ഐ സ്റ്റാൻഡ് അഗൻസ്റ്റ്? 5 രൂപയായിട്ട് കുറയ്ക്കുമെന്ന് പറഞ്ഞ് ശ്രീ മനോരമയിൽ ശ്രീ ഉല്ലാസ് ബാബു ഒരു വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി 5 രൂപ. അപ്പോൾ ശ്രീ ബാലോപാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 5 രൂപയായിട്ടൊക്കെ കുറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 5 പൈസ ഞങ്ങൾ തരത്തില്ല. അങ്ങനെ നിങ്ങളൊന്നും എൻ്റെ ചിലവിൽ നിങ്ങളാകണ്ട. ഇങ്ങനെയൊക്കെ ഒരു വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് അത്. CIT നേതാവായിട്ടുള്ള ഹരീഷിൻ്റെ അടുത്തും പിന്നെ വന്നിട്ടുള്ള വിനോദിൻ്റെ അടുത്തും ചോര്. അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാറിനെ അല്ല ഇവരെയൊക്കെ ഞങ്ങളെ പോയി ചീത്ത വിളിക്കാൻ പറ്റുമോ? അവർ നാളെ ഇപ്പം ഡിനേ ചെയ്തിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ പറയും, കാര്യം വെച്ചാൽ പാർട്ടിയിൽ അവർക്ക് സ്ഥാനമൊക്കെ ഉള്ളതാണ്. ഇതവരെൻ്റെ അടുത്ത് പറഞ്ഞു. നമുക്ക് പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് ചെണ്ട കൊട്ടണമല്ലോ. പിന്നെ ഈ സമരം നടക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകാറില്ല. കാരണം വെച്ചാൽ അവിടെ പോയി അവർക്ക് വേണ്ടതൊരു സംഘർഷമാണ്. ഇതിനകത്ത് ഈ മന്ത്രി എന്ന നിലയിൽ ആന്റണി രാജു ഒരു പരാജയമായിരുന്നു? അല്ല, എല്ലാ മന്ത്രിമാരും വിജയമാകുന്ന എന്താണ് ഞാൻ പറയാമല്ലോ. തോമസ് ഐസക് സാറ് നല്ല മന്ത്രിയാണ്, ഞാൻ എപ്പോഴും അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്വാന്തന എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ട് കാരുണ്യ തന്നെയാണ്. അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് റിലക്റ്റൻ്റ് ആയിരുന്നു. VSൻ്റെ അടുത്ത് പോയപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അതേ മന്ത്രി നേരെ വന്നിട്ട് KM മാണി സാർ വരുന്നു. അപ്പം ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരുന്ന് ഓരോരോ സ്കീം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ 2011 ആദ്യത്തെ ബഡ്ജറ്റിനകത്ത് സ്കീം പറയുകയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയും നമുക്കൊരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പദ്ധതി. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞു ഒന്നും ശരിയല്ല, ടാക്സ് കൂട്ടാം അത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, കൊടുത്തു. അപ്പോൾ ഇത് കൊടുത്തിക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മന്ത്രിമാർ ഉടൻ തന്നെ അദ്ദേഹം അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ്. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും കാരുണ്യ ലോട്ടറിയും കാരുണ്യ ബെനാൽ ഫണ്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണദിനം പോലും അപ്പം ഞാൻ എല്ലായിടത്തും പറയും മാണി സാറിൻ്റെ പ്രോജക്റ്റാണെന്ന് പറയും. എൻ്റെ പ്രോജക്റ്റാന്ന് പറയത്തില്ല. എൻ്റെ പ്രോജക്റ്റാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് എൻ്റെ അടുത്ത് ദേഷ്യം തോന്നും. തന്നെയല്ല, എനിക്ക് ഇപ്പോൾ എൻ്റെ പ്രോജക്റ്റാണെന്ന് പറഞ്ഞാൽ എനിക്കെന്ത് നേട്ടം? ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നില്ല. എനിക്ക് എൻ്റെ പ്രോജക്റ്റ് അല്ലയെന്ന് പറഞ്ഞാലും ആണെന്ന് പറഞ്ഞാലും ചീത്ത പറഞ്ഞില്ലേലും എൻ്റെ ശമ്പളം എനിക്ക് 1-ാം തീയതി കൃത്യമായിട്ട് കിട്ടും.
രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമേജ് ഉണ്ട്. E.T. മുഹമ്മദ് ബഷീർ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്താണ് എജ്യൂസാറ്റ് പറഞ്ഞു. അദ്ദേഹം രാവിലെ തൊട്ട് വൈകുന്നേരം പറയും നമുക്ക് ആ എജ്യൂസാറ്റ് എങ്ങനെയെങ്കിലും തുടങ്ങണം. അദ്ദേഹത്തിൻ്റെ ഒരു ടാർഗറ്റായിരുന്നു. ഉമ്മൻചാണ്ടി അദ്ദേഹം പറഞ്ഞു നമുക്ക് കാരുണ്യ ഫാർമസി തുടങ്ങണം. അപ്പോൾ അങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഞാൻ ശ്രീ ആൻ്റണി രാജു വരുമ്പോൾ അദ്ദേഹത്തെ പറ്റി ചില ക്രിമിനൽ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വലിയ അപ്രിഹെൻഷനോടെയാണ്. ഒരു 3 മാസം നോക്കാം, ഇല്ലെങ്കിൽ പതുക്കെ മാറാം, പിന്നെ മാറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിയിട്ടേ മാറത്തുള്ളൂ. സാധാരണ ഗതിയിൽ എൻ്റെ സ്വഭാവം അതാണ്. പക്ഷേ ഒരു കുറച്ച് മെച്യൂറായി കഴിഞ്ഞപ്പം അടിയൊന്നും ഇടണ്ട, എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ ലീവ് എടുത്തങ്ങ് മാറാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ് അത് ഇപ്പം എലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ, പകൽ സമയത്ത് മൊത്തം ഞങ്ങൾക്ക് ഈ സ്വീകരണവും ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, നമുക്ക് എപ്പോഴാവുന്ന ഇരിക്കാൻ പറ്റുന്നത്, വൈകുന്നേരമാണ്. ഞാൻ ചോദിച്ചു സാറേ ഇപ്പം ഫ്രീ ആവും? ഫ്രീ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 8, 9, 10 മണിയൊക്കെ ആകുമ്പോഴേ ഫ്രീ ആകത്തുള്ളൂ. അന്ന് നമുക്ക് 10 മണിക്ക് ശേഷം ഇരിക്കാൻ തോന്നും. രാത്രി 10 മണി തൊട്ട് വെളുപ്പാങ്കാലത്ത് 2 മണി വരെ എൻ്റെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം, 2 ആഴ്ച ഇരുന്ന് അദ്ദേഹം പഠിച്ചു. എത്ര മന്ത്രിമാർ പഠിക്കും? അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് മേ ബി അദ്ദേഹത്തിനുള്ള ഇങ്ങനെയൊക്കെയുള്ള ചില പേരുദോഷമൊക്കെ മാറ്റണമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം കൈ അയച്ച് ഇത് തന്നു. ഞാൻ അവസാനം ഈ ധനകാര്യമന്ത്രിയുടെ പ്രശ്നം കാരണം ഞാൻ 2022 ഡിസംബർ 30-ാം തീയതി ആയപ്പോൾ എനിക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഉണ്ട്. ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഷഫീഖും കൂടെ തേക്കടി വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിൽ നേരെ തേക്കടിക്ക് പോവുകയാണ്. അപ്പം തിരിച്ച് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്ന് പലപ്പോഴും ചെയ്തിട്ടുള്ളത് പോലെ മെഡിക്കൽ ലീവിൽ അങ്ങ് പ്രവേശിക്കാം എന്നുള്ളതാണ്. മന്ത്രി മാറിയില്ല, മാറുന്നതിന് മുമ്പ് ശ്രീ ആൻ്റണി രാജു ഉള്ള സമയത്ത് തന്നെ. കാരണം വെച്ചാൽ ഇത് എനിക്ക് പൈസ കിട്ടുന്നില്ല, വെറുതെ എന്തിനാ രാവിലെ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ധനമന്ത്രിയുമായുള്ള ചർച്ചകളൊന്നും ഈ രീതിയിൽ ഒന്ന് പറഞ്ഞു ഇതൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ശ്രീ ADGP ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ എന്നെ വിളിച്ചു. അപ്പോൾ ഇതിനിടെ ഞാൻ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു സാറേ ഞാൻ തിരിച്ചു വരത്തില്ല, ഞാൻ കാട്ടിൽ പോവുക, ഒരാഴ്ച കഴിഞ്ഞിട്ട് കാട്ടിൽ നിന്ന് ഇറങ്ങി വരത്തുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ ലീവിൽ പോവും, വേറെ ഒന്നുമില്ല, സാറിൻ്റെ അടുത്തുള്ളൊരു ബഹുമാനം കൊണ്ട് പറയാമെന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് കാഷ്വലായിട്ട് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് മന്ത്രി തേക്കടി ചെല്ലുമ്പോഴത്തേക്ക് മന്ത്രി വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല, പക്ഷേ മന്ത്രി വിളിച്ചു, എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ വന്ന് പറയുമ്പോൾ നമ്മൾ മന്ത്രി വിളിക്കാതിരിക്കുന്നത് ശരിയല്ല. എന്തോ സെക്രട്ടറി നമ്മൾ തമ്മിൽ പിണക്കം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു സാറേ ഈ ധനകാര്യ വകുപ്പിൻ്റെ ഈ പ്രശ്നം കാരണം വെറുതെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അങ്ങേറെ തന്തയ്ക്ക് അങ്ങേരെ ഇങ്ങനെ ആളുകൾ വിളിക്കുന്നത് കേൾക്കാനായിട്ടൊരു മടിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ദയവേദി എന്നെ അങ്ങ് പോകാൻ അനുവദിക്കണം, അല്ലാതെ അങ്ങയുടെ അടുത്ത് യാതൊരു വിരോധമൊന്നുമില്ല, ഞാനങ്ങ് പോകും എന്നൊന്ന് ശ്രീ സാറിൻ്റെ അടുത്ത് കാഷ്വലായിട്ട് പറഞ്ഞാണ്. വിരോധമൊന്നുമില്ല, ഞാൻ ലീവ് എടുത്ത് പോകും. അയ്യോ അത് ശരിയാകത്തില്ല, എനിക്കിനിയിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു അന്ന് 2022 എന്ന് പറയുമ്പോൾ കുറച്ച് കാലം കൂടെ ഉള്ളൂ, നമ്മൾ എൻ്റെ ഒരു ടെന്യൂറിലിരിക്കും, നമുക്ക് ഫൈറ്റ് ചെയ്യാം, ഞാൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു മന്ത്രിയല്ലേ, അതുകൊണ്ട് പിന്നെ ഇതിനിടയിൽ ഇട്ടുപോയാൽ എനിക്കല്ലേ പേര് ദോഷം. അങ്ങനെയാണ് ഞാൻ തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഞാൻ പോയേനെ. എനിക്ക് മാറാൻ എന്താ, ഒരു IAS ഓഫീസർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം പറയാം. ധനകാര്യമന്ത്രിയുമായിട്ട് നിരവധി തവണ പറഞ്ഞു, പക്ഷേ ഒരു ചെറിയ പാർട്ടിയുടെ മന്ത്രിയെ പുച്ഛം CA2-ൻ്റെ നേതാക്കന്മാരെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ലല്ലോ. CA2-ൻ്റെ വലിയ നേതാക്കന്മാരെ പോയി ഞാൻ മസ്കറ്റ് ഹോട്ടലിൽ, ഏത് നേതാവാണ് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പോയി അദ്ദേഹം വന്ന് താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിനകത്ത് ഇടപെടണമെന്ന് പറഞ്ഞ് പോയി കണ്ടു. മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പറഞ്ഞു. എനിക്കറിയത്തില്ല, ധനകാര്യമന്ത്രി ഒരു തരത്തിൽ അയഞ്ഞിട്ടില്ല. പക്ഷെ അതേപോലെ ഒരു ചെറിയ പാർട്ടിയുടെ നേതാവ് തന്നെയായിരുന്നു പിന്നീട് 2.5 വർഷം വന്നത് ഗണേഷ് കുമാർ. പക്ഷെ അദ്ദേഹത്തോട് ആ ഒരു വേർതിരിവില്ലാന്ന് തോന്നുന്നു. അതെ, ആൻ്റണി രാജു കൊട്ടാരക്കരക്കാരനല്ല, ആൻ്റണി രാജു NSSൻ്റെ നേതാവല്ല. യു ഗോട്ട് ദ പോയിന്റ്. അതിനുശേഷം അങ്ങ് ഇപ്പോൾ KSRTCയുടെ ഒരു പോക്കിനെ കുറിച്ച് അങ്ങ് നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? KSRTC കനോട്ട് ബി റിഫോംഡ് അറ്റ് ഓൾ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. 18 മണിക്കൂർ തിരുവനന്തപുരത്ത് നിന്നൊരു വണ്ടി ഇത് ബാംഗ്ലൂരിലേക്ക് പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർക്ക് 3 ദിവസത്തെ കോമ്പൻസേറ്ററി ഓഫാണ്. ഞായറാഴ്ച വൈകിട്ട് പോകുന്ന വണ്ടി അവിടെ ചെല്ലും, തിങ്കളാഴ്ച വൈകിട്ട് തിരിച്ചു വന്ന് ചൊവ്വാഴ്ച രാവിലെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ചൊവ്വാഴ്ച അന്ന് രാവിലെ തൊട്ട് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസം കോമ്പൻസേറ്ററി ഓഫ്. ഇഷ്ടംപോലെ ലീവുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തുല്യമായിട്ട് അതിനേക്കാളും ഉയരത്തിലാണ് അവരുടെ സാലറി പോലും. അവിടെ ഒരു ലീവ് എടുത്ത്, ഒരു ക്യാഷ്വൽ ലീവ് എടുത്ത് ഞായറാഴ്ച ഓഫും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ 8 ദിവസമാണ് ആ കൂടെ വരേണ്ടത്, ഒരു മാസം. അപ്പോൾ ഒരു ബസ് ഓടിക്കണമെങ്കിൽ 7.5 ഡ്രൈവറും കണ്ടക്ടറും വേണം. ഇത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ KSRTC എങ്ങനെ ലാഭമാക്കും? കർണാടക 3.5 ഡ്രൈവറും കണ്ടക്ടറും മതി, തമിഴ്നാടെന്നുണ്ടെങ്കിൽ 3.8 ഡ്രൈവറും കണ്ടക്ടറും മതി. BMTC എന്ന് പറയുന്ന സിറ്റി സർവീസ് കുറച്ചുകൂടെ ഉള്ളത് 4.2 ഐ തിങ്ക് ഡ്രൈവർ. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാഫിനെ കുറയ്ക്കണം.
അത് കഴിഞ്ഞതിന് ശേഷം ഡ്യൂട്ടി പാറ്റേൺ ഉണ്ട്. മോട്ടോർ വെഹിക്കിൾസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ടിനകത്ത് ഒരു പ്രൊവിഷനുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ സ്പ്രെഡ് ഓവർ ഡ്യൂട്ടി. രാവിലെ എപ്പോഴാണ് ബസ് ഓടുന്നത്? 8 മണി തൊട്ട് ഒരു 10-10:30 വരെ. അതാണ് പീക്ക് ടൈം. ഇങ്ങനെയാണ് ട്രാഫിക് പോകുന്നത്, പെട്ടെന്ന് വരും. വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങുന്ന ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നവർ ഉടൻ തന്നെ വീട്ടിൽ പോകണമെന്നില്ല. കുറച്ച് പേരൊക്കെ ഡിസ്പേഴ്സ് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുന്ന സാധനം വാങ്ങിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും എൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾസ് ട്രാൻസ്പോർട്ട് ആക്ടിലൊരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. 8 മണിക്കൂർ ഡ്യൂട്ടി ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻറ്റു 2. രാവിലെ 4 മണിക്കൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ 4 മണിക്കൂർ സമയത്ത് പീരീഡ് ഓഫ് മിയർ അറ്റൻഡൻസ് ആണ്. വെറുതെ ഇരുന്നാൽ മതി, വേണമെന്നൊരു വെളിയിൽ പോകാം. പീരീഡ് ഓഫ് മിയർ അറ്റൻഡൻസ് 5 പൈസ കൊടുക്കണ്ട. പിന്നെ ഒരു 3:30 ആകുമ്പോഴോ 4 മണിക്കോ അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് തീരുമാനിക്കുന്നതനുസരിച്ച് മൊത്തം ഈ 8 മണിക്കൂർ ഡ്യൂട്ടിയെ സ്പ്രെഡ് ഓവർ ഡ്യൂട്ടി ആയിട്ട് 12 മണിക്കൂറാക്കണം. ഈ 4 മണിക്കൂർ സ്പ്രെഡ് ചെയ്യാനായിട്ട് അവർ ആക്ടിനകത്തുള്ളതാണ്. അവർ വന്നിട്ട് രാവിലെ വന്ന് വൈകിട്ട് വരെയാണെന്നുണ്ടെങ്കിൽ 2 ഡ്യൂട്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോമ്പൻസേറ്ററി ഓഫ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ പലരും വരാറില്ല. പലരും ആണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവറെ ഞാൻ കൈയോടെ പിടിച്ചില്ല, ഡീസൽ അടിച്ച് മാറ്റിയതിന്. കണ്ടക്ടർമാർ 45 ലക്ഷം രൂപയാണ്. ഇത് ഓരോ ഇൻസ്റ്റൻസ് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഇൻസ്റ്റൻസാണെന്ന് വിചാരിക്കരുത്. 45 ലക്ഷം രൂപയാണ് ടിക്കറ്റിംഗ് മെഷീനകത്ത്, അതായത് സെർവറുമായിട്ട് കണക്ഷൻ ഇല്ല, അപ്പം ടിക്കറ്റിംഗ് മെഷീനകത്ത് ഡിലീറ്റ് ചെയ്തിട്ട് അവരെ പിരിച്ചുവിട്ടു. 45 ലക്ഷം രൂപയാണ് വയനാട്ടിൽ നിന്ന് മാറ്റിയത്. മെക്കാനിക്കായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞാൽ ലോക്കൽ പർച്ചേസായിട്ട് ഒരു മാസം 3 കോടി രൂപയാണ് ലോക്കൽ പർച്ചേസ് വന്നത്. ഇതിൻ്റെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ വളരെ മോശമാണ്. ഇനിയും KSRTC രക്ഷിക്കാൻ പറ്റത്തിന് വേറൊരു ഉദാഹരണം പറയാം. 30,000 പേര് ആവറേജ് എന്ന് വെച്ചോ. 24,000 പേര് KSEBയിൽ, 24,000 പേര് പെർമനൻറ്റും ബാക്കി 10,000 പേര് കാഷ്വലും കൂടെ ചേർത്ത് 30,000 പേരെന്ന് വെച്ചു. KSRTC ഇപ്പോൾ 22,000 പേരും കാഷ്വൽ വർക്കേഴ്സും കൂടെ ചേർത്ത് 30,000 പേര്. KSEBയിൽ എത്ര ഓഫീസേഴ്സ് ഉണ്ട്? 4,500 ഓഫീസേഴ്സ്. വാട്ടർ അതോറിറ്റിയിൽ 6,000 സ്റ്റാഫിന് 600ഓളം ഓഫീസേഴ്സ്. 30,000 സ്റ്റാഫുള്ള KSRTCയിൽ എത്ര ഓഫീസേഴ്സ് ഉണ്ട്? 137 ഓഫീസേഴ്സാണ് KSRTCക്കകത്തുള്ളത്. അത് തന്നെ കണ്ടക്ടർ മൂത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയതും ക്ലർക്ക് മൂത്തിട്ടാണെങ്കിൽ അക്കൗണ്ട്സ് ഓഫീസർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെ വെച്ചിട്ട് എങ്ങനെ നമ്മൾ റിഫോം ചെയ്യും? പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നു, ഫിനാൻഷ്യൽ എക്സ്പേർട്സിനെ കൊണ്ടുവന്നു, അല്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നു. അവരെ ഒരു കേണൽ വന്നു, 2 കേണലന്മാർ വന്നു. 2 കേണലന്മാരെ അവർ പറഞ്ഞു ഇതിനേക്കാളും ഭേദം പാകിസ്ഥാനാണെന്ന് പറഞ്ഞു. അവർ സ്ഥലം വിട്ടു. ഒരു പ്രൊഫഷണൽ വരത്തില്ല. അത് ആരെങ്കിലും മന്ത്രിയെ താങ്ങി എക്സിക്യൂട്ടീവ് ഡയറക്ടറോ ഒക്കെങ്കിൽ മാനേജിങ് ഡയറക്ടറായിട്ടാണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ടില്ലേ? അപ്പോൾ ഈ സ്ഥാപനം എങ്ങനെ നന്നാകുമെന്ന് നിങ്ങൾ പറ. മുഴുവനും യൂണിയൻകാരുടെയൊക്കെ യൂണിയൻ നേതാക്കന്മാരുടെയൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. അവർ തന്നെയാണ് KSRTC ഭരിക്കുന്നത് ഒരു അർത്ഥത്തിൽ. അവർ മാത്രമല്ല, ഇപ്പം ഒരു കോൺഗ്രസ് നേതാവാണെന്നുണ്ടെങ്കിൽ എന്നെപ്പറ്റി ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അയാൾ ഉൾപ്പെടെയുള്ള ഒരു പ്രശ്നമാണ് അവിടെ. അദ്ദേഹം ചിലപ്പോൾ അടുത്ത മന്ത്രി വല്ലതും ആകുമായിരിക്കും. അയാൾ ഇവരെന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ അടുത്തുള്ള വിരോധം എന്താണെന്ന് വെച്ചാൽ, KSRTC മാസവരി ഡിഡക്റ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ പാർട്ടി അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാനങ്ങ് നിർത്തലാക്കി. എൻ്റെ അടുത്ത് തുടക്കാൻ വന്നപ്പോൾ ഞാനത് നിർത്തലാക്കി. അന്ന് തൊട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എനിക്കെതിരായിട്ട് അഴിമതി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പ്രൊസീജിയർ പാലിച്ചിട്ട് മാത്രമേ ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ യൂണിയൻസ്, ബൈ ദ യൂണിയൻസ്, ഓഫ് ദ യൂണിയൻസ് എന്നാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നത്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ഒന്നുമല്ല, ഫോർ ദ യൂണിയൻസ്. ഈ ഭരണം മുഴുവനും തന്നെ കേരളത്തിൽ നടക്കുന്ന ഇടതിൻ്റെ ആയാലും വലതിൻ്റെ ആയാലും ഭരണം മുഴുവനും തന്നെ ആരാണ് യൂണിയൻകാർ? അതിന് ഞാനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ, ഇതൊക്കെ വെട്ടിപ്പോയതാണ്. ഈ ഒരു ഇറച്ചി വെട്ടുകാരനാണ് ഒരാടിനെ കാണുമ്പോൾ, ഒരു ഇറച്ചി വെട്ടുകാരൻ ഒരാടിനെ കാണുമ്പം അയാൾ ആദ്യം നോക്കി എത്ര കിലോ ഉണ്ട്, അത് വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു യൂണിയൻകാരനെ നമ്മൾ ഒറ്റയ്ക്ക് എന്ന് നോക്ക്, 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യും. ഞങ്ങൾ ഏതോ ഇന്ന ഇതിൻ്റെ യൂണിയനാണെന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പം അവരൊറ്റയടിക്ക് നോക്കും എത്ര വോട്ട് എനിക്ക് കിട്ടും. ആ യൂണിയനാണ് ഇവിടെ ഭരിക്കുന്നത്. വെൻഡേഴ്സ്, AK രാമകൃഷ്ണൻ എന്ന് പറയുന്ന നല്ലൊരു IG, ഞങ്ങൾ മാരപാണ്ഡ്യൻ സെക്രട്ടറി. അപ്പോൾ എൻ്റെ ഒരു ഇൻസ്റ്റിഗേഷൻ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ജനങ്ങൾക്ക് പ്രമാണം എഴുതണം. വാങ്ങുന്ന ആര്, വിൽക്കുന്ന ആര്, വിൽക്കുന്ന സ്ഥലമേത്, അതിൻ്റെ സർവേ നമ്പറും ഡീറ്റെയിൽസും, ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷനാണ്, ഗിഫ്റ്റാണോ സെയിലാണോ, ഏത് തരത്തിലുള്ള, ഇങ്ങനെ 14 ഐറ്റം മാത്രമേ ഉള്ളൂ ഒരു പ്രമാണത്തിനകത്ത്. ഒരു സർട്ടിഫിക്കറ്റ്, ഇത് ആദിവാസി ഭൂമിയല്ല, ഇത് നാഷണൽ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചിട്ടുള്ള ഭൂമിയല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്. ഇനിയും ആർക്കൂടെ അതിനകത്ത് ചേഞ്ച് ചെയ്യാനുള്ളത് കണ്ടീഷൻ മാത്രമാണ്. എൻ്റെ കാലശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അത് മാത്രമാണ് നമുക്ക് ഏത് രീതിയിൽ എഴുതാം.
നമ്മളൊരു 500 രൂപ സ്ക്രൂട്ടണി ഫീ കൊടുത്തു കഴിഞ്ഞാൽ സബ് രജിസ്ട്രാർ തന്നെ, അല്ലെങ്കിൽ 300 രൂപ സ്ക്രൂട്ടണി ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ സബ് രജിസ്ട്രാർ തന്നെ ഇതിനകത്ത് ഇന്ന ഇതുണ്ട് കറക്റ്റ് ചെയ്യാം. 2 മാസം മുമ്പ് എടുത്തു മാറ്റി. ജനങ്ങൾക്ക് തന്നെ കേരളത്തിൽ ഒരു കുഞ്ഞ് അതിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തോ? ഇപ്പം വെണ്ടർമാർക്കും അഡ്വക്കേറ്റർമാർക്കും മാത്രമേ പ്രമാണം എഴുതാൻ പറ്റത്തുള്ളൂ. കേരളത്തിൻ്റെ ജനങ്ങളുടെ ഒരു പ്രധാനമായിട്ടുള്ളൊരു അവകാശം ഇനി വരുന്ന ഗവൺമെൻറ് മാറ്റിക്കൊണ്ടുവരുമോ? കാര്യം എന്ന് വെച്ചാൽ വെണ്ടർമാർ നല്ല വരുമാനമാണ്. ശ്രീ KP രാജേന്ദ്രൻ നല്ല സ്വാത്വികനായിട്ടുള്ള നല്ല ശുദ്ധനായിട്ടുള്ള മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു ഇത് ഞങ്ങൾ ഈ ചേഞ്ചസ് കൊണ്ടുവന്നാണ് ഞാൻ അദ്ദേഹം പഴയ റവന്യൂ മന്ത്രി അദ്ദേഹം പലപ്പോഴും ആണെന്നുണ്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹം മന്ത്രിയുടെ വലിയ വാതിലും പോലീസ് നിൽക്കുന്ന വാതിലിൽ കൂടെ ഒന്നുമില്ല, അദ്ദേഹം മിക്കവാറും സ്റ്റാഫിൻ്റെ വാതിലിൽ കൂടെ കയറുന്നത്. അതിനുശേഷം അദ്ദേഹം മന്ത്രി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സ്കൂട്ടറിൽ പോയി തലയും കുത്തി താഴെ വീണ് മന്ത്രിയായിരുന്ന ആളാണെന്ന് ആലോചിക്കണം. തലയും കുത്തി താഴെ വീണ് കാലൊടിഞ്ഞ് ഒത്തിരി നാൾ ഹോസ്പിറ്റലിൽ. അദ്ദേഹം പറഞ്ഞു, ബിജു പറയുന്നത് ശരിയാണ്. ഞാൻ എൻ്റെ ഒരു ബന്ധുവിന് വേണ്ടി അവർ പറഞ്ഞ്, ഇദ്ദേഹം അഡ്വക്കേറ്റാണെന്ന് തോന്നുന്നു, ബന്ധുവിന് വേണ്ടി ഞാനും കൂടെ പോയി ഒരു പ്രമാണം ചെയ്തു കഴിഞ്ഞപ്പം ഒരു മരുന്നിൻ്റെ കുറിപ്പടി പോലെ കൈകൊണ്ട് എഴുതി തരണം. അതുകൊണ്ട് രജിസ്ട്രേഷൻ ഫീ ഇതാണ് രജിസ്ട്രേഷൻ മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അനാവത്തെന്നും പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2500 രൂപയും കണ്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞു ഇദ്ദേഹം പഴയ MLAയും ATUCൻ്റെ നേതാവും ഒക്കെയാണെന്ന്. ഉടൻ തന്നെ വെണ്ടർ ഓടി വന്നിട്ട്, സാറ് അന്ന് അറിഞ്ഞില്ല കേട്ടോ, 2500 രൂപ അങ്ങ് തിരിച്ചു തന്നു. ആ കുറിപ്പിനകത്തുണ്ട് ഓരോരുത്തർക്കും കൊടുക്കേണ്ട കൈക്കൂലി അനാമത്തെന്നും പറഞ്ഞുണ്ട്. അപ്പോൾ അത് വേണം. വെണ്ടർമാർ വഴിയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം RTOമാരാണെന്നുണ്ടെങ്കിൽ ഏജൻറ്റന്മാരെ വെച്ച് കളക്ട് ചെയ്യും. സബ് രജിസ്ട്രാറുടെ ഓഫീസിലിരിക്കുന്നവന്മാർ വെണ്ടറെ വെച്ച് വെണ്ടർമാർ വഴി കളക്ട് ചെയ്യും. ഇതിനെല്ലാത്തിനും ഏജൻറ്റന്മാരുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനും നേരെ, അഥവാ ജയ ജെറ്റ്ലിയെ പോലുള്ളവർ മാത്രമാണ് നേരിട്ട് പൈസ ചോദിക്കുന്നതായിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ളൂ. അല്ലാതെ എത്ര പേരുടെ കണ്ടിട്ടുണ്ട്? ഈ മുഖ്യമന്ത്രിക്ക് പരിമിതിയുണ്ട്, മന്ത്രിക്ക് പരിമിതി, KCBയുടെ ചെയർമാന് പരിമിതി. KCB ഒരു എക്സാമ്പിൾ മാത്രമാണ്. അവിടെ ശരിക്കും ആരാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ ശൈലജ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് അണ്ണന്മാർ നടക്കുന്നുണ്ട്, വയോജന കമ്മീഷൻ എന്ന് പറഞ്ഞു. യൂത്ത് കമ്മീഷൻ എന്ത് ചെയ്തെന്ന് നമുക്കറിയാം, മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്തെന്നുള്ളത് അറിയാം. ഇനിയും ട്രാൻസ്ജെൻഡർ കമ്മീഷൻ, അങ്ങനെ ഇഷ്ടംപോലെ കമ്മീഷൻ. നമ്മുടെ പാർട്ടിക്കാർ എല്ലായിടത്തും ഇരുത്തണം, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. മാക്സിമം ആൾക്കാർ ഒക്കെങ്കിൽ 3,40 ലക്ഷം പേർക്ക് എന്തെങ്കിലും ഗവൺമെൻറ് ജോലി ഇതുപോലെ കൊടുക്കണം. ഡ്രൈ ഡേ ആണ്, അന്ന് ആരും കുടിക്കത്തില്ല. കേരളത്തിൽ ഒരാൾ പോലും കുടിക്കത്തില്ല. ഇവരുടെ ഈ ഡ്രൈ ഡേ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും കുടിക്കത്തില്ല. ക്രിസ്തുവിന് ശേഷം 4 ലക്ഷം ലിറ്ററിനെ 20 ലക്ഷം ലിറ്റർ ആക്കുന്ന പരിപാടി കള്ളിൻ്റെ കാര്യത്തിൽ മാത്രമേ കേരളത്തിലാണ് നടക്കുന്നത്. മനസ്സിലായി? ഞാനൊരു പ്രപ്പോസൽ കൊടുത്താൽ പൊന്മുടിയിൽ 140-150 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. അവിടെ നല്ല ഒന്നാന്തരം ഹെലിപ്പാഡോടുകൂടി ഒരു കാസിനോ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലിക്കറും ചിലവാകും, ഇതും ചിലവാകും. കാസിനോയിൽ നിന്ന് മക്കാവും